Hi viewers, welcome back to Car Darwin. BS ഗോൾഡ് സ്റ്റാർ ഇന്ത്യയിൽ വന്നേക്കാണ്. ഇതൊരു 650cc റിട്രോ ക്ലാസിക് വണ്ടിയാണ്. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് ഡ്രൈവിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻ്റർസെപ്റ്റർ 650 തന്നെയാണ്. ഈ രണ്ട് വണ്ടിയാണ് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പം ഈ രണ്ട് വണ്ടികളെക്കുറിച്ച് പറയുന്ന നേരത്ത് ഇതെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നമ്മൾ ബൈക്കുകൾ പറയുന്ന പോലെ ടോപ്പ് സ്പീഡ് കൂടുതൽ ചെയ്തതിനാണ്, അല്ലെങ്കിൽ 0 to 100 അച്ചീവ് ചെയ്യുന്നതാണ് ബെറ്റർ, അല്ലെങ്കിൽ പവർ കൂടുതൽ ചെയ്തതാണ്, അതൊന്നും ഇനി നോക്കേണ്ട കാര്യമില്ല. കാരണം ഇത് രണ്ടും റിട്രോ ക്ലാസിക് വണ്ടികളാണ്. ആ ഒരു റിട്രോ ഫീലും റിട്രോ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വാങ്ങിക്കുന്ന ആളുകളും അങ്ങനത്തെ ആളുകളായിരിക്കണം. അതായത് ആ ഒരു റിട്രോ ബൈക്ക് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും കൂടുതലും ഈ ഒരു വണ്ടി ചൂസ് ചെയ്തത്. അപ്പം ഇത് ഏതാണ് 390നെ പിടിക്കുന്നത്, ഇതിന് ഏതിനാണ് 390നേക്കാളും ടോപ്പ് സ്പീഡ് ഉള്ളത്, അല്ലെങ്കിൽ ആക്സലേഷൻ ഉള്ളത്, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ പർപ്പസ് എന്താണ് അത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പം ഈ രണ്ട് വണ്ടികളുടെ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് മുതൽ തന്നെ റോയൽ എൻഫീൽഡിന് ഇൻ്റർസെപ്റ്റർ എന്ന് പറഞ്ഞ ആ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ഡിസൈൻ ഇൻസ്പയർ തന്നെയാണ് പുതിയ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ BS ഗോൾഡ് സ്റ്റാറും പണ്ട് ഉണ്ടായിരുന്ന വണ്ടിയാണ്. ആ ഡിസൈൻ ഇൻസ്പയർ തന്നെയാണ് ഈ ഒരു പുതിയ ഗോൾഡ് സ്റ്റാറും ഉണ്ടാക്കിയിരിക്കുന്നത്. ലുക്ക് നമ്മുടെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. എങ്കിലും രണ്ട് വണ്ടികളും നല്ലപോലെ തന്നെ ആ ഒരു റിട്രോ ലുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇൻ്റർസെപ്റ്റർ നമ്മൾ കണ്ട് പഴയതുകൊണ്ടായിരിക്കും BS നല്ലപോലെ നമുക്കൊരു പുതുമ തോന്നുന്നത്. അതേപോലെ തന്നെ BS ആ ഒരു എഞ്ചിൻ നോക്കുകയാണെങ്കിൽ അതൊരു ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. പക്ഷേ അതിന് ആ ഒരു ഓയിൽ കൂൾ അല്ലെങ്കിൽ എയർ കൂൾ എഞ്ചിൻ്റെ പോലത്തെ ആ ഒരു എയർ ഫിന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ആ ഒരു പഴയ റിട്രോ ഫീൽ കിട്ടാൻ വേണ്ടി. പിന്നെ നമ്മൾ ശരിക്കും സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷിങ് ക്വാളിറ്റിയൊക്കെ കുറച്ചുകൂടെ കൂടുതൽ ആ ഒരു BS ഒക്കെയാണെന്ന് തോന്നുന്നു. നല്ലപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി ആ ഒരു വണ്ടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ രണ്ട് വണ്ടികളും യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ വിൽക്കുന്നതാണ്. അതുകൊണ്ട് അതിൻ്റേതായ ക്വാളിറ്റി രണ്ട് വണ്ടിയിലും ഉണ്ട്. എങ്കിലും കുറച്ചുകൂടെ മെച്ചമുള്ള ക്വാളിറ്റി നമുക്ക് തോന്നുന്നത് ആ ഒരു BS കുറച്ചുകൂടെ ആ ഒരു പ്രീമിയം ലുക്ക് വരുന്നത് BS ആണ്. മൊത്തത്തിൽ ആ ഒരു വണ്ടിക്ക് ആ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. അതേപോലെ വണ്ടിയുടെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ രണ്ട് വണ്ടിയിലും വന്നേക്കുന്നത് അനലോഗ് ആയിട്ടുള്ള ട്വിൻ പോഡ് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററുകളാണ്. അതിൽ ചെറിയൊരു ഡിജിറ്റൽ ഇൻസെർട്ടും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്ലാസിക് വണ്ടികളിലൊക്കെ ആ ഒരു അനലോഗ് മീറ്റർ തന്നെയാണ് ആ ഒരു ഭംഗി നൽകുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ്റർസെപ്റ്ററിൽ നമുക്ക് അലോയ് വീലും വരുന്നുണ്ട്, LED ലൈറ്റുകളും വരുന്നുണ്ട്. BS നോക്കുകയാണെങ്കിൽ ആ ഒരു സ്പോക്ക് വീലുകളാണ് വരുന്നത്. അതേപോലെ തന്നെ LED ലൈറ്റുകളൊന്നും വരുന്നില്ല. ഈ ഒരു ക്ലാസിക് വണ്ടികൾക്ക് LED ലൈറ്റുകളുടെയും സ്പോക്ക് വീലിനൊന്നും ആവശ്യമില്ല. എങ്കിലും നമുക്ക് ഇൻ്റർസെപ്റ്ററിൽ അലോയ് വീലൊക്കെ ചൂസ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ കളർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻ്റർസെപ്റ്ററിലാണ് കൂടുതൽ കളർ ഓപ്ഷൻസ് വരുന്നത്. ഒരു BS ലുക്കിൽ മാത്രമല്ല, അതിൻ്റെ പല ഹാർഡ്വെയർസ് നോക്കിയാലും അത്യാവശ്യം പ്രീമിയം ആണെന്ന് പറയേണ്ടി വരും. കാരണം BS ഒരു ഫ്രെയിം ഡിസൈൻ ചെയ്തേക്കുന്നത് റിക്കാർഡോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ആ ഒരു ഫേമസ് ബ്രാൻഡാണ്. ഇനി സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ രണ്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ വന്നേക്കുന്നത് 41mm ടെലിസ്കോപ്പിക് ഫോർക്കാണ്. റിയറിൽ ആ ഒരു ടിൻ ഷോക്കുകളാണ് വന്നേക്കുന്നത്. ഇനി ബ്രേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ വന്നേക്കുന്നത് 320mm ഡിസ്ക്കാണ്. എന്നാൽ റിയറിൽ നോക്കുകയാണെങ്കിൽ BS 255mm ഡിസ്ക്കാണ് വന്നേക്കുന്നത്. ഇൻ്റർസെപ്റ്ററിന് 240mm ഡിസ്ക്കേ വന്നിട്ടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ആ ഒരു ബ്രേക്കിന് ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ BS ആയിരിക്കും. പക്ഷേ നമ്മൾ വെയിറ്റ് നോക്കുകയാണെങ്കിൽ BS വെയിറ്റ് കൂടുതൽ. ആ വണ്ടിക്ക് ഏകദേശം 213 കിലോയോളം വെയിറ്റ് വരുന്നുണ്ട്. ഇൻ്റർസെപ്റ്ററിനാണെങ്കിൽ 202 കിലോയോളം വെയിറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ബ്രേക്ക് കുറച്ചുകൂടെ വലുതാണെങ്കിലും വെയിറ്റ് കൂടുതൽ BS തന്നെയാണ്. ഇനി നമ്മൾ സീറ്റ് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ അത് കുറവ് വന്നേക്കുന്ന BS BS 780mm മാത്രമേ സീറ്റ് ഹൈറ്റ് ഉള്ളൂ. എന്നാൽ ഇൻ്റർസെപ്റ്റർ നോക്കുകയാണെങ്കിൽ 804mm സീറ്റ് ഹൈറ്റ് വരുന്നുണ്ട്. ഇനി ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ BS 13 ലിറ്ററാണ് വന്നേക്കുന്നത്. ഇൻ്റർസെപ്റ്ററിന് 13.7 വന്നേക്കുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല, എങ്കിലും ചെറുതായിട്ട് കൂടുതൽ വന്നേക്കുന്നത് നമ്മുടെ ഇൻ്റർസെപ്റ്ററിനാണ്. പക്ഷേ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ BS പുറകിലെ ടയർ ഇൻ്റർസെപ്റ്ററിനേക്കാളും കുറച്ചുകൂടെ വീതിയുള്ള ടയറാണ് കമ്പനി കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ രണ്ട് വണ്ടികളുടെ എഞ്ചിൻ നോക്കാം. ഇൻ്റർസെപ്റ്റർ എഞ്ചിൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു 648cc എയർ ആൻഡ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. ഒരു ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ് ഇതിൽ വന്നേക്കുന്നത്. വേണം നമുക്കൊരു ക്രോസ് പ്ലേ എഞ്ചിൻ എന്നൊക്കെ ഇതിനെ വിളിക്കാൻ പറ്റും. അടിപൊളി സൗണ്ടൊക്കെയാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 47 HP ആണ്, 7250 RPM. ടോർക്ക് നോക്കുകയാണെങ്കിൽ 52.3 Nm, 5500 RPM ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അതിൽ സ്ലിപ്പർ കച്ചും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇനി BS എഞ്ചിൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലാസിൽ ജെൻസ് വളരെ പണിപ്പെട്ടുണ്ടാക്കിയ എഞ്ചിനാണ്. അതായത് പണ്ട് മുതലേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എഞ്ചിനാണ്. റോട്ടാക്സ് എഞ്ചിനാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ BMW ഫണ്ടൂറോ F650 എന്ന് പറഞ്ഞ പഴയൊരു വണ്ടിയുണ്ട്. അതിൽ യൂസ് ചെയ്തേക്കുന്ന ആ സെയിം എഞ്ചിൻ തന്നെ മോഡിഫൈ ചെയ്ത് BS കമ്പൈൻഡ് ആക്കി ഒരുപാട് മാറ്റം വരുത്തിയാണ് ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നേക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു 652cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. അതായത് അത്യാവശ്യം നല്ല പോലെ തന്നെ വലിപ്പമുള്ളൊരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഇതിൽ വന്നേക്കുന്നത്. പവർ നോക്കുകയാണെങ്കിൽ 45 HP, 6500 RPM. അതേപോലെ തന്നെ 55 Nm ടോർക്ക്, 4000 RPM ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിൽ വന്നേക്കുന്നത്. അതിൽ സ്ലിപ്പർ കച്ചും വലുതുണ്ട്. ഇൻ്റർസെപ്റ്ററിൽ 6 സ്പീഡ് ഗിയർ ബോക്സും ഇതിൽ 5 സ്പീഡ് ഗിയർ ബോക്സാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ടോർക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ BS കൂടുതൽ, 55 Nm ടോർക്കുണ്ട്. ഇനി പവർ നോക്കുകയാണെങ്കിൽ അത് കൂടുതൽ നമ്മുടെ ഇൻ്റർസെപ്റ്ററിനുമാണ്. വണ്ടിയുടെ ആ ഒരു റിഫൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇൻ്റർസെപ്റ്റർ ആയിരിക്കും മുമ്പിൽ നിൽക്കാൻ പോകുന്നത്. കാരണം അതൊരു ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ്. BS നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് കൊടുത്തേക്കുന്നത്. എങ്കിലും ആ
ഒരു സിംഗിൾ സിലിണ്ടർ ആയിട്ടും അത് തന്നെ ഏറ്റവും നല്ല ബെസ്റ്റ് അതാണെന്നാണ് എല്ലാവരും പറയുന്നത്. പുറത്തുള്ള റിവ്യൂസൊക്കെ റിവ്യൂ ആയിട്ട് ആ ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ തരാൻ പറ്റുന്ന പരമാവധി റിഫൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ BS എഞ്ചിൻ തരുന്നുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത്. പിന്നെ BSയുടെ ആ ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാസിക് വണ്ടിയുടെ ആ ഒരു തമ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് പറയുന്നത്. അതായത് അതേപോലത്തെ ആ ഒരു സൗണ്ടും ഫീലൊക്കെ കിട്ടുന്നത് കൂടുതലും BSയിലാണെന്നാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത്. പിന്നെ അതൊരു ലിക്വിഡ് കൂളിലെ എഞ്ചിൻ കൂടെയാണ്. പിന്നെ വില നോക്കിയാലും ഏതാണ്ട് സെയിം തന്നെയാണ്. അതായത് BSയുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് 3 ലക്ഷം രൂപയിലാണ്. ഇൻ്റർസെപ്റ്ററിൻ്റെയും ഏതാണ്ട് 3 ലക്ഷം രൂപയിലാണ് വില സ്റ്റാർട്ട് ചെയ്യുന്നത്. വിലയിൽ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമ്മൾ ആ ഒരു സർവീസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ BS നമുക്കറിയാം ആ ഒരു ക്ലാസിക് ജെൻസിൻ്റെ കീഴിൽ വരുന്നൊരു ബ്രാൻഡാണ്. ഇപ്പോൾ അവരുടെ ജാവ ST ഒക്കെ നമ്മുടെ മാർക്കറ്റിലുണ്ട്. വളരെ മോഡേൺ സർവീസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന എല്ലാവരും പറയുന്നത്. അതേപോലെ തന്നെ റിലയബിലിറ്റി ഇഷ്യൂസും ഒരുപാട് ആ വണ്ടികൾക്ക് ഉണ്ട്. അപ്പം BSയുടെ കാര്യം എങ്ങനെയാണെന്ന് നമുക്കറിയാൻ മേല. പണ്ട് മുതൽ തന്നെ പുറത്തൊക്കെ വെക്കുന്ന ബ്രാൻഡാണ്, വലിയ ചീത്തപ്പേരൊന്നും കേൾപ്പിച്ചില്ല. അപ്പം ഇന്ത്യയിൽ വരുമ്പോഴും ഇതിൻ്റെ ആ ഒരു സർവീസും കാര്യങ്ങളും നല്ലപോലെ കൊടുക്കുകയാണെങ്കിൽ ഒരു വിഷയം കിട്ടാൻ സാധ്യതയുള്ള വണ്ടിയാണ്. പിന്നെ ഇൻ്റർസെപ്റ്റർ നല്ലപോലെ തന്നെ ഇന്ത്യയിൽ വിറ്റ് പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് വിറ്റ് പോകുന്ന ഒരു 650cc വണ്ടി കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വണ്ടി ഇഷ്ടപ്പെടുന്ന കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.